അന്തുൻ്റെ റൂമിലേക്ക് പോവാട്ടോ. അന്തൂസ് ഹായ്. ഹായ്. ഹലോ കൂട്ടുകാരെ പറയൂ. ഹലോ കൂട്ടുകാരെ. മോനെ മെയ് 1 മോൻ്റെ പിറന്നാളാണല്ലോ. മെയ് 1 10 ദിവസമൊന്നുമില്ലല്ലോ. വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരായി. തൃശ്ശൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു വൈബായിട്ടുള്ള സംഭവം. തൃശ്ശൂരം കഴിഞ്ഞാൽ പിന്നെ നിന്റെ പിറന്നാളാ മെയ് 1. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? നിന്റെ പിറന്നാളിന് എന്തൊക്കെയാ ഒരുക്കണ്ടേ? സദ്യ. സദ്യക്ക് എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത്? എനിക്ക് പറയാം. സദ്യ ആലോചിക്കുമ്പോ തന്നെ അവന് വയ്യ പറയാൻ. ചോറ് എന്തായാലും ഉണ്ടാവും. സാമ്പാറ്, അവിയല്, പൈനാപ്പിൾ കറി, ഇസ്റ്റു, കൂട്ടുകറി, നോക്കി പറയും വീഡിയോ, പുളിയിഞ്ചി, പപ്പടം, പിന്നെ പായസം. പായസം ഏതാ? പായസം പാലട എനിക്കിഷ്ടം. പാലട ഇഷ്ടം. ഇതൊക്കെ ആരുണ്ടാക്കണം? ഉണ്ടാക്കാതെ അമ്മയെ. അമ്മത്തൊക്കെ ഉണ്ടാക്കിട്ട് എൻ്റെ അമ്മ പറഞ്ഞാൽ കുറെ ആഘോഷിക്കും. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. പിന്നെ എത്ര സാധനങ്ങളാ പറയണേ. ഇത് വില സദ്യയായി. ഇത് നമുക്ക് വേണേ കണ്ണസാമ്പിടെ അടുത്ത് വാങ്ങിക്കാം. വാങ്ങിക്കാണ് സൗണ്ട് വന്നു. എംപിക്കാണ് ജോയെ. ട്രെയിൻ കാണോ നോക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പൊ എല്ലാവരും ട്രെയിൻ പോണ കണ്ടില്ലേ? ഹലോ, എന്താണ് വിശേഷം? ഓക്കെ, താങ്ക് യു. അങ്ങോട്ട് വന്നു. ഓക്കെ. അമ്മൂടേക്ക് പോവാ. നാളെ പൂരം. എങ്ങനെ ആനപ്പൂരാണോ? പിന്നെ അറിയില്ല അല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യത്തെ പൂരല്ലേ. ഞങ്ങൾ വരുന്നുണ്ട് നാളെ അങ്ങോട്ട്. നാളെ നമുക്ക് അവിടെ ചെയ്യാം വീട് ഫുള്ള് പിടിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ, സി യു. പോയിട്ട് വരാന്ന് പറഞ്ഞു ഇനി എല്ലാവരുടെ അടുത്ത് യാത്ര. ഞാൻ പറഞ്ഞോളാം, വലിയ മൂട് കുഴപ്പമില്ല. ഇവര് വന്നാൽ അങ്ങനെ ഓരോരുത്തരും വിളിച്ച് പോയിട്ട് വരാന്ന് പറയും. അപ്പൊ നമ്മുടെ സദ്യയിലേക്ക് മടങ്ങി വരാം. അത് ചേട്ടൻ പടക്കം വാങ്ങിയതാ. അതൊരു കിറ്റായിട്ട് വാങ്ങി. മൊത്തം ഒരു 4000 എന്നാവും പറഞ്ഞു. അതിലെന്തോ ഒരു ഉടായ്പുണ്ട്. 2000 രൂപ. അപ്പൊ സദ്യ എന്തൊരു ക്ലിയർ അല്ലാത്ത പോലെ വീഡിയോ. കുറച്ചും കൂടി ഡേറ്റ്. അപ്പൊ സദ്യ അല്ലേ? ഇത്രയൊക്കെയാണ് എംപിക്കണേ. ഇത്രയൊക്കെയല്ലേ എംപിക്ക? അപ്പൊ ഒരു കാര്യം ചെയ്യാം. സദ്യ നമുക്ക് കണ്ണൻസ്വാമിയോട് ഏൽപ്പിക്കാം. 5 ആളുടെ സദ്യക്ക് 3000 രൂപയാണ് വിളിച്ചു വെച്ച് പറഞ്ഞത്. 2500 ആയിരുന്നു. ഗ്യാസിനൊക്കെ വില കൂടിയ പറഞ്ഞാണ്ട് ഒരു 3000 ആക്കി. അത് കുഴപ്പമില്ല. നിന്റെ പിറന്നാളിന് ഞാൻ പിശുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഡ്രസ്സിനെ കുറിച്ച്. നിറയെ ഡ്രസ്സ് വേണം. എത്ര ജോഡി വേണം? 2 ജോഡി. നിറയെ ഡ്രസ്സ്. അതിപ്പോ ഒരു ജോഡി വലിയ മെടുക്കൊരു ജോഡി ഞാൻ എടുക്കും. പിന്നെ കളറ് ബിസ്ക്കറ്റാ? ഓക്കെ, എടുത്തോ. നീല. അവനിത് എപ്പോഴും ഈ ഇട്ടായി കളറാണ് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോ പഴുതായി ഷർട്ട്. ഫോൺ വന്നിട്ടുണ്ട്, നോക്കട്ടെ ആരാന്ന്. അപ്പോൾ ഡ്രസ്സ് ഈ നീല കളർ അവന് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു നീല കളർ ഉണ്ടായത് ഞങ്ങൾ മൂകാംബിക്ക് ഇവിടെ അടുത്ത് കുങ്കുമൊക്കെ ആയി. പക്ഷെ എന്നാലും ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു. ഇതതിന് ശേഷം എടുത്തതാ. ഇത് നാശമായി. ഇതൊക്കെ ഇപ്പോൾ മാറ്റാറായി. വേനൽക്കാലം കഴിഞ്ഞ് ഇതൊക്കെ മാറ്റും. കാരണം നല്ല നരക്കിൽ വരും. അപ്പോൾ അൽമാനുവിന് തന്നെ അധികം പുറത്തേക്ക് പോകണ്ടല്ലോ. അപ്പോൾ ഓണത്തിനും പിറന്നാളിനൊക്കെ ഇടുന്ന ഡ്രസ്സോട് തന്നെ ധാരാളമുണ്ട്. അപ്പോൾ ഒരു 4 ജോഡി എടുത്ത് പുറത്തേക്ക് ഇടും. ഇതൊക്കെ കളഞ്ഞിട്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് പിന്നെ അമ്പലത്തിൽ തുടയ്ക്കാൻ വാങ്ങിക്കും. അമ്പലത്തിൽ വിളക്കൊക്കെ തുടയ്ക്കാനായിട്ട് തുണികൾ കത്തിച്ച് കളയേണ്ടത്. പിന്നെ ആർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇടാൻ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നന്നായി പഴുതായി. നമ്മൾ ഇടാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്ര പഴുതായിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇടാൻ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്പലത്തിലേക്ക് അവർക്ക് വിളക്കൊക്കെ തുടയ്ക്കാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പോൾ ഡ്രസ്സ് നിറയെ വേണം. നിറയെ, അതായത് 2 ജോഡി. ഓക്കെ, അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കേക്ക് മുറിക്കണോ വൈകുന്നേരം? മുറിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിൻ്റെ ഐഡിയ. ഞാൻ എൻ്റെ ഐഡിയ പോലെ എല്ലാം ചെയ്യാം. എന്തായാലും സദ്യ ഉറപ്പ്, ഡ്രസ്സ് ഉറപ്പ്, കേക്ക് ഉറപ്പ്. ഇത് 3 എന്തായാലും ഉറപ്പ് കേട്ടാ. ഓക്കെ, ഇതാണ് കഴിഞ്ഞോളത്തെ പോലെ എല്ലാവരും ഒന്നും വിളിക്കണില്ല. നമ്മൾ മാത്രം. സിന്ധുശേരമ്മയുടെ അവരും നമ്മളും ശാലിച്ചേശ്വരവരും മാത്രം കേട്ടാ. കുട്ടിയോടുണ്ടാവില്ല.
കുട്ടിയോട് മമ്മിയുടെ എവിടെയാ പോയി അവരോട് വരാൻ പറയാം, ഈ തലേദിവസം വരാൻ പറയാം. ഓക്കെ, പറഞ്ഞാണ് കേക്ക് മുറിക്കുമ്പോൾ അവരില്ലാണ്ട് എന്ത് രസം. നന്ദൻ തുമ്പി വേണ്ടേ, നമ്മുടെ കട്ട ഫ്രണ്ട് അല്ലേ, കട്ട ചങ്ക്സ് അല്ലേ നിന്റെ, തല്ലൂടും ചെയ്യും, അതേപോലെ സ്നേഹമല്ലേ, ആണോ അല്ലേ? നീ ആരും നോക്കിട്ട് പറയണേ, ക്യാമറ നോക്കി പറഞ്ഞൂടെ? അതേന്ന്. ആ ശരി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്, അനന്തുവിൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ അനന്തുവിൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ എല്ലാവരും കേട്ടല്ലോ, അവൻ്റെ ആഗ്രഹങ്ങൾ. അപ്പം അത് സാധിപ്പിച്ച് കൊടുക്കണം എന്തായാലും. വേറെ പ്രത്യേകിച്ച് വിശേഷം വയ്യൊന്നും വരാതിരുന്നാൽ എനിക്ക് പേടിയാണ് പിറന്നാൾ എടുക്കുമ്പോൾ. കാരണം അവനായിരുന്നു പറയും ജന്മമാസം ഒന്ന് കഴിഞ്ഞ് കിട്ടുന്നവരെ ഒരു ടെൻഷനാണ്. അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ അവൻ്റെ പിറന്നാൾ ഭംഗിയായിട്ട് കഴിയാനായിട്ട് എല്ലാവരും പ്രാർത്ഥന വേണം. പിറന്നാളിൻ്റെ വിശേഷങ്ങൾ മെയ് 1 ഞാൻ എന്തായാലും പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ പ്രകാരം അവന് ഡ്രസ്സ് എടുക്കണം, സദ്യ എടുക്കണം, കേക്ക് മുറിക്കണം. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ അതേപോലെ നടക്കാനായിട്ട് എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാകണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.